പുണ്യശ്ലോകൻ പനങ്കുഴൽ വെള്ളിച്ചന്റെ മധ്യസ്ഥം തേടി ആയിരങ്ങൾ ശ്രാദ്ധസദ്യയിൽ പങ്കെടുത്തു. പനങ്കുഴൽ വെള്ളിച്ചന്റെ അനുസ്മരണ വാർഷിക ദിനമായിരുന്ന തിങ്കളാഴ്ച ആയിരക്കണക്കിന് ആളുകളാണ് കുറവലങ്ങാട് മർത്തമറിയം ഫൊറാന പള്ളിയിലും ശ്രാദ്ധസദ്യ നടന്ന കുറവലങ്ങാട് പുന്നാപ്പള്ളിൽ വീട്ടിലും എത്തിച്ചേർന്നത്. ഉദരരോഗങ്ങളുടെ ശമനത്തിനായി പനങ്കുഴൽ വെള്ളിച്ചന്റെ മധ്യസ്ഥത പ്രാർത്ഥിച്ച് ശ്രാദ്ധദിനത്തിൽ ഭക്ഷണം ഭുജിക്കുന്നത് ഏറെ അനുഗ്രഹമാണെന്ന വിശ്വാസത്തോടെയാണ് ആയിരക്കണക്കായ ആളുകൾ അന്യസ്ഥലങ്ങളിലടക്കം എത്തിച്ചേർന്നത്. മർത്തമറിയം ഫൊറാന പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങളിലും ഭക്തരുടെ സജീവ സാന്നിധ്യം വ്യക്തമായിരുന്നു. ജാതിമത ഭേദങ്ങൾ മറന്ന് ആയിരങ്ങൾ ഒരുമിച്ചത് നാടിന് മതസൗഹാർദ്ദത്തിന്റെ വലിയ സന്ദേശം നൽകുന്നതിനും ഇട നൽകി. 12 മണിക്ക് ശ്രാദ്ധസദ്യ ആരംഭിക്കും മുമ്പ് തന്നെ നൂറുകണക്കിന് പേർ പുന്നാപ്പള്ളിയിൽ വീട്ടിൽ എത്തിച്ചേർന്നിരുന്നു. വൈകുന്നേരത്തോടെയാണ് ശ്രാദ്ധസദ്യ സമാപനമായത്. 469 വർഷമായി തുടർച്ചയായി ശ്രാദ്ധം നടത്തി ആയിരങ്ങളെ വിശ്വാസത്തിന്റെ പാതയിലും വലിയച്ഛന്റെ മധ്യസ്ഥതയിലും ചേർത്ത് നിർത്തുന്നു എന്ന വലിയ ഒരു പ്രശസ്തിക്ക് പനങ്കുഴക്കൽ പള്ളി വീട്ടിൽ കുടുംബാംഗങ്ങൾക്ക് കഴിഞ്ഞു എന്നതും വലിയ നേട്ടമായി മാറി. മർത്തമറിയം ഫൊറാന പള്ളിയിലും പുന്നാപ്പള്ളിയിൽ വീട്ടിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് കുറവലങ്ങാട് മർത്തമറിയം ഫൊറാന പള്ളി വികാരി ഫാദർ എബ്രാഹിം കൊല്ലിത്താനത്തുമലയിൽ, സഹവികാരിമാരായ ഫാദർ മാത്യു എണ്ണക്കാപ്പിളിൽ, ഫാദർ ഇമ്മാനുവൽ പാറേക്കാട്ട്, ഫാദർ ജോസഫ് ആട്ടപ്പാട്ട്, ഫാദർ കുര്യാക്കോസ് കാപ്പിലി പറമ്പിൽ, കുറവലങ്ങാട് സെന്റ് മേരി സ്കൂൾ അധ്യാപകൻ ഫാദർ മാത്യു കാലായിൽ, കുറവലങ്ങാട് ദേവമാതാ കോളേജിലെ അധ്യാപകൻ റവറൻ ഡോക്ടർ ജോസഫ് പരിയാത്ത്, ദേവമാതാ കോളേജ് ബർസാർ ഫാദർ ജോസഫ് പുതിയിടം, കുറവലങ്ങാട് ഇടവകാംഗം കൂടിയായ ഫാദർ ടോമി കാരാമേലി, കുരിനാട് സെന്റ് ആൻഡ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി വട്ടക്കുന്നേൽ തുടങ്ങിയ വൈദികർ സഹകാർമ്മികരായി. മോൻസ് ജോസഫ് MLA അടക്കമുള്ള ഒട്ടേറെ പ്രമുഖർ ശ്രാദ്ധ പരിപാടികളിൽ പങ്കെടുത്തു. വല്ലിച്ചന്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥനാ സഹായങ്ങൾക്കായി ആയിരങ്ങൾ വന്നെത്തിയത് വല്ലിച്ചനെ സഭ ഔദ്യോഗികമായി വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം വഴി നേടുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾക്കുള്ള ഉത്തമ തെളിവുമായി മാറി. പള്ളി വീട്ടിൽ പനങ്കുഴ കുടുംബയോഗം ഭാരവാഹികളായ പ്രൊഫസർ ജോർജ് ജോൺ നിതിരി, VK മാത്യു, VU ചെറിയാൻ, പ്രൊഫസർ ജോസ് പുന്നാപ്പള്ളി, ചെറിയാച്ചൻ പുന്നാപ്പള്ളി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.